ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നുള്ളത് ഹൈദരാബാദിലാണ്. എൻ്റെ ഈ ബാക്കിലേക്ക് കെട്ടിടം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചാർമിനാറിൻ്റെ മുന്നിലാണെന്ന്. ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് വർഷം മുന്നുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ചാർമിനാറിൻ്റെ ഒരുപാട് ചരിത്രങ്ങളെക്കുറിച്ചും, ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അന്വേഷിച്ചറിഞ്ഞ കുറച്ച് ചരിത്രങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ കുറേ കാഴ്ചകളുണ്ട്, ഇവിടുത്തെ വിൽപ്പനകൾ, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളല്ല, ചെറിയ ചെറിയ ആൾക്കാരുടെ കച്ചവട സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന വീഡിയോ. അപ്പോൾ ട്രാവൽടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ഇത് നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് 1591 കേട്ടോ. അപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഖുത്തബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായ മുഹമ്മദ് ഖുലി ഖുത്തബ് ഷാ. ഇതൊക്കെ എങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞാൻ അന്വേഷിച്ചറിഞ്ഞാണ്. അപ്പോൾ പുള്ളിയാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. 1591 തൻ്റെ തലസ്ഥാനം ഗോൾക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദ് നഗരത്തേക്ക് പുള്ളി മാറ്റി സ്ഥാപിച്ചു. അപ്പോഴാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് അന്ന് പ്ലേഗ്, അതായത് നമ്മുടെ എലിപ്പനിയില്ലേ, അത് ഭയങ്കരമായിട്ട് പിടിച്ചിരുന്നു. അങ്ങനെ പ്ലേഗ് ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് ആ അസുഖത്തിനെ മറികടന്നൊരു ഓർമ്മയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ദൈവത്തിനുള്ള സമർപ്പണം, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പണിയപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയണത്. ചാർമിനാർ, അതായത് 4 മിനാരങ്ങൾ, ഇന്ത്യയിലെ തെലങ്കാനയിലെ ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകവും പള്ളിയായിരുന്നു ഇത്. അപ്പം 4 മിനാരങ്ങളുള്ള ഈ കെട്ടിടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ആർച്ചാണ് കേട്ടോ. ഈ ആർച്ച് കെട്ടിടത്തിന് കൊടുക്കുന്ന ഭംഗി വെച്ചാൽ ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് നിസ്കരിക്കാനുള്ള പള്ളിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ചാർമിനാറിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവമാണ് ഈ ഭാഗ്യലക്ഷ്മി ടെമ്പിൾ എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേക കാഴ്ചയാണ്. മതസൗഹാർദ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മാറിയിട്ട് അവിടെ ഒരു പള്ളിയും കാണാം കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ സംഭവം ഈ നമ്മുടെ ചാർമിനാർക്ക് കടന്നു വരുന്ന പ്രവേശന കവാടമാണ് കേട്ടോ. മിനാരത്തിൻ്റെ സെൻട്രലായിട്ടൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് 4 സൈഡും ഉണ്ട് കേട്ടോ. ചാർമിനാർ എന്ന് പറയുന്നത് ഹൈദരാബാദിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് കേട്ടോ. ഈ ചാർമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിൽ ഭയങ്കര ഫേമസ് ആണ്. ഉറുദു പദങ്ങളായ ചാർ മിനാർ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ചാർമിനാർ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ചാർമിനാറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 4 മിനാരങ്ങൾ എന്നുള്ളതാണ്. തെലങ്കാന സംസ്ഥാനത്തിന് തെലങ്കാനയുടെ ചിഹ്നമായി ഔദ്യോഗികമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ചാർമിനാർ എന്ന് പറഞ്ഞ കെട്ടിടം ഔദ്യോഗികമായിട്ട് അവരുടെ ഒരു ചിഹ്നമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് തെലങ്കാന. ചാർമിനാറിൻ്റെ നീണ്ട ചരിത്രത്തിൽ 400 വർഷത്തിലേറെയായിട്ട് അതിൻ്റെ മുകളിൽ ഒരു മസ്ജിദ് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ചരിത്രപരമായിട്ടും മതപരമായിട്ടും ഒരുപാട് പ്രധാന അറിയിക്കപ്പെടുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് തരത്തിലുള്ള വിപണികളും അതുപോലെ തന്നെ ആളുകളും ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പോൾ ആഹാ, ആ കിളികൾ പറഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ നല്ല തിരക്കാണ്. അതായത് ഇവിടുത്തെ വിപണികളെല്ലാം സജീവമായി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ചിലതൊക്കെ ഓപ്പണായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരക്ക് അതിൻ്റെ ഒരു ലെവലിൽ പോകുന്നുണ്ട്. ഇവിടെ മാസ്കും കാര്യങ്ങളൊന്നും ആർക്കും കാണുന്നില്ല കേട്ടോ. ഇവിടെ മാസ്ക് ആവശ്യമില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനെന്തായാലും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സംഭവമല്ലേ, ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് പണ്ട് ഇവിടുത്തെ രാജാവിന് എന്തോ ഒരു പേര് പറയുമല്ലോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ പേര് ഓർമ്മയുള്ള ആൾക്കാർ എന്തായാലും കമൻറ്റ് ബോക്സിൽ ആ പേര് ഒന്ന് പറയാം കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അന്നത്തെ രാജാവ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ നിലയിൽ ഉണ്ടാക്കിയൊരു ബിൽഡിംഗാണ് ഈ കാണുന്നത്. എന്ത് ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ യുനാനി ടൈപ്പ് മെഡിസിൻ, അതായത് യുനാനി ചികിത്സയായിരുന്നു എന്നാണ് ഞാൻ കേട്ടൊരു അറിവ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് പുരാതനമായിട്ടുള്ള എന്തോ ഒരു സ്മാരകം പോലത്തെ രൂപമാണ് ഇതിനുള്ളത്. പക്ഷേ ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. മുസി നദിയുടെ കിഴക്കേ കരയിലാണ് ഈ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പടിഞ്ഞാറ് ലത് ബസാറും അതുപോലെ തെക്ക് ഭാഗത്ത് മക്ക മസ്ജിദ്, അതായത് തെക്ക് എന്ന് പറയുമ്പോൾ ആ മക്ക മസ്ജിദ് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് മക്ക മസ്ജിദിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ലെങ്കിലും പുറത്തുനിന്നൊരു ഷോട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ മക്ക മസ്ജിദ് എന്ന് പറയുന്ന പള്ളി. എല്ലാറ്റിനും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പണി കഴിച്ച രൂപത്തിലാണ് കേട്ടോ. ഈ പണി കഴിച്ച രൂപം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എൻജിനീയറിങ് വൈഭവം എന്നൊക്കെ പറയാമല്ലോ, അതേപോലത്തെയാണ്. ഒരു ഭയങ്കര വലിയൊരു വാതിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്നാണ്. അതായത് വിസിറ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പുറത്ത് നിന്നിട്ട് അതിന് ഷോട്ട് കിട്ടുമോ എന്ന് നോക്കാം. ഇതിൻ്റെയും ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർമിനാറിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേ സൈഡിൽ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ പെയിൻറ്റിങ്ങിന് ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ പോലീസുകാരൻ ചേട്ടന്മാർ, അവിടെ ഇരിക്കുന്ന ആ പോലീസുകാരൻ ചേട്ടന്മാർ പറഞ്ഞു പ്രൊഹിബിറ്റഡ് ഏരിയയാണ്, അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഷോട്ട് കിട്ടും, നല്ലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചാൽ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് കാണണം എന്ന് തന്നെ ഞാൻ പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം വീഡിയോ ഒന്നും അലൗഡ് അല്ല, വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല, പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. സെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമാണ്. ഉള്ളിൽ പ്രാവിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയും. ഇവിടെ ഒരു പൂവിനെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ? പിന്നെ ഈ മക്ക മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഹോസ്പിറ്റൽ കെട്ടിടം കേട്ടോ. ആ സംഭവം കണ്ടോ, അത് എല്ലാവരും വാക്സിൻ എടുക്കാന്നൊക്കെ വേണം. നമ്മുടെ ഗവൺമെൻറ് ഹൈഡ്രജൻ ബില്ലും കെട്ടി നോക്കിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര അതിശയമായി തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പോലുള്ള ഒരു ടെക്നോളജി ഇത് പണിയുന്ന കാലത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഇത്രയും നല്ല ഒരു ആർക്കിടെക്ചർ എന്താ പറയുക, ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ഇതേപോലത്തെ ഒരു സ്മാരകം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബിൽഡിങ് പണിയുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരുടെ ഒരു കഴിവ് തന്നെ പറയണം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രൗഢി ഇങ്ങനെ എടുത്ത് കാണിച്ച് ഇന്നും ഉറപ്പോട് കൂടിയിട്ട്, അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് പണിയണ ഓരോ ബിൽഡിങ്ങും ഓരോ പാലും എന്നാൽ തകരാന്ന് കൂടി പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നടന്നു പോകണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതേപോലത്തെ ബിൽഡിങ്ങുകൾ, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ട് ഒരു കേടുമില്ലാതെ ഇങ്ങനെ നിൽക്കണ കാണുന്നത്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചുണ്ണാമ്പ് കല്ല്, കരിങ്കല്ല്, അതുപോലെ ഗ്രാനൈറ്റ് ഇല്ലേ, ഗ്രാനൈറ്റ്. അങ്ങനെ ഈ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്ന അതിൻ്റെ കെട്ടിടത്തിലുള്ള 4 മിനാരങ്ങളും തമ്മിലുള്ള ഈ ആർച്ചാണ് മെയിന്. അതായത് മുകളിലുള്ള 4 മിനാരങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു ആർച്ചുണ്ട്. അപ്പോൾ ഈ മിനാരങ്ങളുടെ ഒരു തൂണ് അല്ലെങ്കിൽ അടിഭാഗമാണിത്. ഇതിങ്ങനെ മേലേക്ക് നീണ്ട് അവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറച്ച് വർക്കോടെ കൂടിയിട്ട് ഇങ്ങനെ മിനാരം ഇങ്ങനെ മാനം മുട്ട നോക്കി നിൽക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പണികളൊക്കെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതേപോലെ ഇത്രയും വലിയൊരു സ്മാരകം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആ ഒരു കഴിവ് തന്നെ പറയണം. കാരണം ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോ കാർഡും അതുപോലത്തെ ഒരുപാട് സംഗതിയിൽ പ്ലാനിങ്ങും കാര്യങ്ങളും 3D വിഷനും അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ മുന്നേ, അതായത് പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കാണാൻ പറ്റുന്ന സാങ്കേതികതയൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയാണ്. പിന്നെ ഈ ചാർമിനാറിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന ഒരുപാട് വ്യാപാരങ്ങളുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി എന്താ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. ഇവിടെ മെയിനായിട്ട് ഞാൻ കേട്ടോടത്തോളം തെലുങ്കിനേക്കാൾ അധികം ഹിന്ദിയാണ് എല്ലാവരും യൂസ് ചെയ്യണത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഹിന്ദി അറിഞ്ഞുകൂടാ, തെലുങ്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കാരണം അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. നമ്മുടെ കൂടെ ദേവായിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ. പുള്ളി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയുടെ ആളായതുകൊണ്ട് പുള്ളിക്ക് പറ്റിയ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി
പുള്ളി ഈ തിരക്കിൻ്റെ ഇടയിൽ എവിടെയോ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പുള്ളി ഒന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകളെല്ലാതും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ ഞാൻ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ടൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. ഞാൻ ഷാമിൽ സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടെക്.